ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാരും ഇങ്ങനെ ഇഷ്ടമില്ലാതെ നിൽക്കുകയാണോ അതോ അന്തപ്പെട്ട് നിൽക്കുകയാണോ? നല്ല കൈയടി കൊടുത്തേ. പ്ലീസ്. ഞാൻ ഇതിലും കൂടുതൽ പ്രതീക്ഷിച്ചു സത്യം പറഞ്ഞാൽ. അനുരാഗ് കശ്യപ് ഒരു സിനിമ മലയാളത്തിലേക്ക് പ്രസന്റ് ചെയ്തു പറഞ്ഞപ്പോൾ തന്നെ ഇതിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. മഞ്ജു വാര്യരുണ്ട്, വിശാഖുണ്ട്, ഗായത്രി ഉണ്ട്, ഡയറക്ടർ സൈജു ശ്രീധരനാണെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി ഇതിൽ എന്തോ പരിപാടിയുണ്ട്. വാട്ട് ഈസ് ദാറ്റ് പരിപാടി അക്കോർഡിംഗ് ടു യു ഈ പടത്തിലുള്ളത്? അതാണല്ലോ ഇപ്പൊ 2-ാം തീയതി തിയേറ്ററിൽ റിലീസ് ആവാൻ പോവുകയാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാൽ ചെറുതായിട്ടൊന്ന് ടൈമിങ് പണി മതി ചേട്ടാ, പുക വരാൻ ടൈമായില്ല. ഇങ്ങനെയുള്ള സർപ്രൈസുകൾ പലതും പടത്തിലും കാണാം. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി, എൻട്രിക്ക് ഇടാൻ പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. എനിവേ, നമ്മള് 2-ാം തീയതി സിനിമ പ്രേക്ഷകർ കാണാൻ പോകണം. അതിനു മുമ്പേ നമുക്ക് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും. നമുക്ക് ഫുട്ടേജ് കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ അവാർഡ്സ് ഒക്കെ റിസീവ് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഫലകങ്ങളൊക്കെ മേടിക്കുന്നിടത്ത് പകരം ഒരു ചെടിയാണ് വാങ്ങാറുള്ളത്. ഇപ്പൊ ഇവിടെ കൊടുക്കുന്നിടത്തും ഒരു ചെടി കണ്ടു. എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിലെ കാരണം? അത് മറ്റേ ശില്പങ്ങളൊക്കെ എപ്പോഴും ഇരുന്നങ്ങനെ പൊടി പിടിച്ച് പോകാറാണ് പതിവ്. അപ്പോൾ ലൈഫുള്ള എന്തെങ്കിലും എനിക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ അങ്ങനെയാണ്. അപ്പം നമുക്കെല്ലാം ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ വീട്ടിലോ ഓഫീസിലോ എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കുകയും ചെയ്യാം. ഒരു നല്ല ഓർമ്മയായിട്ട് ഇരിക്കുമല്ലോ, അത് പടർന്ന് പന്തലിക്കുമല്ലേ ഉള്ളൂ. ഇപ്പോ നമ്മളെ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തു. ഇനി ഒരു ഗിഫ്റ്റ് റിസീവ് ചെയ്താലോ? ശരിയാണോ? ശരിയല്ല, ഒരു ഡിഫറെന്റ് ഗിഫ്റ്റുമായിട്ട് മഞ്ജുജിയെ കാണാൻ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രണ്ടിലേക്ക് അല്ല, ഒരു ആർട്ടിസ്റ്റ് ആണ്, സതീഷ് ആണ്. സതീഷ്, ഞങ്ങൾ അങ്ങോട്ട് വരാം. പ്ലീസ് ജോയിൻ. സതീഷ് മഞ്ജുജിക്കായ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റുമായിട്ട് ഇവിടെ ഉണ്ട്. പേര് ചെറുതായിട്ട് ആ ഒരു ഗിഫ്റ്റ് രതീഷിനെ ഒന്ന് ഓപ്പൺ ചെയ്താൽ wow. ചാർക്കോളും ഗ്രാഫൈറ്റ് പൗഡറും അല്ലേ? മനോഹരമായിട്ടുണ്ട്. താങ്ക് യു രതീഷ്. ഞാൻ 2018 മുതൽ നാട്ടിലൊരു പിക്ചർ വിദ്യാഭ്യാസം നടക്കുമായിരുന്നു. പക്ഷേ 2018 വരച്ചത് പിള്ളേർക്ക് പ്രദർശിപ്പോയായിരുന്നു. എനിക്ക് തരാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ എനിക്ക് അവസരം കിട്ടിയപ്പോഴാണ് എനിക്ക് മികച്ച അവസരം തന്ന ഫുട്ടേജ് സിനിമ ടീമിനും ഫോറം ഗ്രൂപ്പിനും മൈറ്റി ടീമിനും നമ്മുടെ വാടാശ്ശേരി റിവേഴ്സിനും ടീമിനും എല്ലാവർക്കും നന്ദി പറയുന്നു. ഇത് സ്വീകരിച്ച നന്ദി പറയുന്നു. എല്ലാവരും ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഇതിന് ഹാർഡ് വർക്ക് ചെയ്തു എന്നറിയാം. സോ ഈക്വൽ അപ്രീസിയേഷൻ ടു ഈച്ച് ആൻഡ് എവറി ടീം ദാറ്റ് ടുക്ക് പാർട്ട് ഇൻ ദി കോമ്പറ്റീഷൻ. Anyway, there has to be a winner. So Forum Fashion Face Off, the winner is St. Teresa's College. St. Teresa's College takes away the prestigious title of Forum Fashion Face Off. Well deserved, ladies. Come on stage to receive your prize right now. കൊച്ചിയുടെ ഹൃദയഭാഗം